അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എല്ലാ മാതാപിതാക്കൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാ ഉമ്മമാർക്കും, കുഞ്ഞു മക്കളുള്ള എല്ലാ ഉമ്മമാർക്കും ഒരു വീഡിയോ ഉറപ്പായിട്ടും ഉപകാരപ്പെടും. അവർ മക്കൾക്ക് ഒരു 2 വയസ്സ് 2.5 വയസ്സൊക്കെ ആകുമ്പോൾ ഇതിനായിട്ട് അവർ പെടാപ്പെടുന്ന ഒരു സമയം വരും. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. നിങ്ങളുടെ അറിവിൽ ഈ ഒരു പ്രായത്തിലുള്ള മക്കളുള്ള രക്ഷിതാക്കൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നമ്മൾ മുലപ്പാൽ കൊടുക്കൽ, നമ്മൾ പെൺമക്കളാണെങ്കിൽ 2 വയസ്സ്, ആൺമക്കളാണെങ്കിൽ 2.5 വയസ്സ്, അങ്ങനെയാണല്ലോ കിതാബിലൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ 1.5 വയസ്സെത്തുമ്പോൾ നമ്മൾ അവരുടെ പാൽ കൂടി നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ അവർ നല്ല രീതിക്ക് കുടിക്കുന്ന ഒരു സമയവുമായിരിക്കും. അവർക്ക് വിട്ടുമാറാൻ പറ്റാത്തൊരവസ്ഥയും മെൻ്റലി അവർ നമ്മോട് അടുത്ത് വരുന്ന നമ്മുടെ മേലൊക്കെ കയറി മറിഞ്ഞ് കുടിക്കുന്ന ഒരു സമയവും പ്രായവുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മുലകുടി നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഡിപ്രഷനും അവരതിൽ നിന്ന് വിട്ട് മാറാനായിട്ട് ഒരുപാട് പ്രയാസപ്പെടുകയും ചെയ്യും. നമ്മൾ പണ്ടും ഇപ്പോഴൊക്കെ വേപ്പിൻ്റെ ഇലയൊക്കെ അരച്ച് പുരട്ടുകയും അതുപോലെ കോഫി പൗഡർ കലക്കി പുരട്ടുകയൊക്കെ ചെയ്തിട്ട് മക്കളെ പറ്റിച്ച് നടക്കുന്നവരുണ്ടാവും. അപ്പോൾ എന്നാലും ചില മക്കൾ ഈ ഒരു കയ്പ്പ് രസമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് കുടിക്കുന്ന മക്കളും ഉണ്ടാവും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വേപ്പിൻ്റെ ഇലയോ കോഫി പൗഡറോ ഒന്നും വേണ്ട. ഒറ്റൊരു ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് മാനസിക പ്രയാസങ്ങളൊന്നും ഇല്ലാതെ കുട്ടി ആ ഒരു മുലകുടി ബന്ധത്തിൽ നിന്ന്, മുലപ്പാലിൽ നിന്ന് കുട്ടി തന്നെ പിന്മാറി വരും. കുട്ടിയുടെ മനസ്സിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കുട്ടി തന്നെ എനിക്കിനി പാല് വേണ്ട എന്ന് പറഞ്ഞിട്ട് കുട്ടി മാറി വരും. മനസ്സൊക്കെ മാറി ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് മുലകുടി നിർത്താൻ കഴിയും. ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം കിട്ടിയ ഒരു ടിപ്സാണ്. 2 മക്കൾക്കും ഞാൻ ചെയ്ത ഒരു ടിപ്സാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എനിക്ക് ഉപകാരപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തത് ആൺകുട്ടിയാണ്, ഇളയത് പെൺകുട്ടിയാണ്. മൂത്ത കുട്ടിക്ക് 2 വയസ്സും 4 മാസവും ആയപ്പോഴാണ് പാലുകുടി നിർത്തിയത്. അപ്പോൾ ഇളയ കുട്ടിയെ എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്നു. ഇളയ കുട്ടിയെ എനിക്ക് 7-ാം മാസം അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. 7 മാസം വരെ ഞാൻ അവനക്ക് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പിന്നെ കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവനക്ക് ഞാൻ നിർത്തി. ഒരു ദിവസം കൊണ്ട് തന്നെ അവൻ്റെ മുലകുടി നിർത്തി. ഞാനൊരു സൂറത്ത് എഴുതിയിട്ട് അവൻ്റെ തലയണേൻ്റെ ഉള്ളിലും അതുപോലെ അവൻ്റെ ദേഹത്തും അവൻ ഉറങ്ങുമ്പോൾ കുപ്പായത്തിന് ഷർട്ടിൻ്റെ ഒക്കെ ടീഷർട്ടിൻ്റെ ഒക്കെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കും. തലയണേൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കും, കിടക്കുന്നിടത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ അവന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു പാലുകുടി നിർത്തി. അപ്പോൾ ഇപ്പം എൻ്റെ ഇളയ കുട്ടിക്ക് 2 വയസ്സ് 4 മാസം. അവൾ വെയിറ്റ് കുറവായത് കൊണ്ട് പിന്നെ ഞാൻ കുറച്ച് മാസം 2 വയസ്സിന് നിർത്താണ്ട് 2 മാസം അധികം കൊടുത്തതാണ്. അപ്പോൾ ഇപ്പം അവൾക്ക് ഞാൻ പാലുകുടി നിർത്താൻ വേണ്ടിയിട്ട് ഇന്നലെ ഒരു ദിവസം മാത്രമേ മെനക്കേട്ടിട്ടുള്ളൂ. രാവിലെ കൊടുക്കാതെ നിന്ന് രാത്രി ഞാൻ ഈ ഒരു സൂറത്ത് അവളുടെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്കായിട്ട് അവൾ ഉറങ്ങുമ്പോൾ വിട്ടുകൊടുത്തു. അപ്പോൾ അവൾ പിന്നെ പാല് കുടിയേ ഇല്ല. അവൾക്ക് ആ ഒരു ചിന്തയേ ഇല്ല, കരച്ചിലില്ല, പാല് വേണമെന്ന് പറയുന്നില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇതിന് കുടിക്കരുത് കേട്ടോ, ഇതിൽ ഇച്ചിച്ചി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടി പിന്നീട് പാലിന് പറയില്ല. നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ കുട്ടി പറയും ഇച്ചിച്ചിയാണ്, എനിക്ക് വേണ്ട എന്ന് പറയും. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇന്നലെ രാത്രി തീരെ കൊടുത്തിട്ടില്ല. ഇന്നലെ രാവിലെ ഞാൻ നല്ല രീതിക്ക് കൊടുത്തിട്ടാണ് നിർത്തിയത്. അപ്പോൾ പിന്നീട് രാത്രി ഒരു ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉറങ്ങിപ്പോയതിന് ശേഷം ഒരു സൂറത്ത് വെച്ചതിന് ശേഷം ആ ഒരു കുട്ടി എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞിട്ടില്ല പാല് വേണം. പൊലിച്ചക്ക് ഒരുപാട് ഉറങ്ങിയ സമയത്ത് അവൾ എണീച്ചിട്ട് വെള്ളത്തിനാണ് പറഞ്ഞത്, വെള്ളം കുടിച്ചിട്ടും ഇല്ല. അവൾ പിന്നീട് ഞാൻ കുറച്ച് ലാലൊക്കെ ചെല്ലിയപ്പോൾ അവൾ മയങ്ങിപ്പോയി. പിന്നെ രാവിലെ എണീറ്റപ്പോൾ ഞാൻ ചോദിച്ചു, മോൾക്ക് കുറച്ച് പാല് തരട്ടെ ഉമ്മ, ഞാൻ തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു വേണ്ട, അതിൽ ഇച്ചിച്ചിയാണ് എന്ന്. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ഈ സൂറത്തിന് അത്രക്ക് മഹത്വമുണ്ട്. ആ ഒരു സൂറത്താണ് ബുറൂജ് സൂറത്ത്. നമുക്ക് എഴുതാൻ പറ്റുന്ന ആയത്തുകളാണ് ഉള്ളത്. 20-ൽ കൂടുതൽ കുറച്ച് ആയത്തുകളേ ഉള്ളൂ. ഇത് ചെറുതായിട്ട് എഴുതിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അത്രയ്ക്ക് ഫലമാണ് ഈ ഒരു സൂറത്തിൻ്റെ മഹത്വം. പറഞ്ഞാൽ എണ്ണിയാൽ തീരില്ല. എനിക്ക് അത്രയ്ക്ക് അത്ഭുതം തോന്നിയ ഒരു സൂറത്താണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടട്ടെ. ഈ ഒരു സൂറത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയാൽ നിർഭയത്വം ലഭിക്കും. അത്രയ്ക്ക് ഫലമുള്ള ഒരു സൂറത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.